നമുക്കിതാ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് തുരുമ്പെടുത്ത് ദ്രവിച്ചതാ കണ്ടോ. ഇതാണ് ഈ പാലത്തിന്റെ അവസ്ഥ. ഇവിടെയുള്ള നമ്മുടെ INTUC തൊഴിലാളികളായിട്ടുള്ള ഇവരാണ് ഈ പാലത്തിൻ്റെതായ ഇപ്പൊ ഈ കാണുന്നവർക്ക് ഉൾപ്പെടെ ഈ അമ്മമാരും കുഞ്ഞു കുട്ടികളും വീഴാതിരിക്കാൻ വേണ്ടി INTUC യൂണിയന്റെ തൊഴിലാളികളാണ് എല്ലാവരും അവരാണ് ചെയ്യുന്നത്. ആ തൊഴിലാളികൾ നന്നാക്കുമ്പോൾ അവർക്ക് പോലും അവഗണന ആണ് ഇവിടുത്തെ കൗൺസിലർ ചെയ്യുന്നത്. ഓട്ടോറിക്ഷയിൽ സ്കൂൾ വാനുകൾ നിരവധി കടന്നു പോകുന്ന പ്രദേശമാണ്. എപ്പോൾ വേണമെങ്കിലും വലിയൊരു ദുരന്തം ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയ്ക്കിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു പാലമുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും തന്നെ സഞ്ചരിക്കുന്ന ഒരു ഇരുമ്പ് പാലം. അതിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിച്ചേരുക. ഈ ഒരു പാലത്തിൻ്റെ ദയനീയ അവസ്ഥ നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. ഇവിടെ നമുക്കൊരു ബോർഡ് കാണുവാൻ സാധിക്കും. തിരുവനന്തപുരം നഗരസഭ തോപ്പിൽ കടവ് ആറ്റുകാൽ ക്ഷേത്രം, അതായത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു പ്രധാന പാലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ പോകുന്ന ഒരു ഇരുമ്പ് പാലമാണ്. പക്ഷേ ഈ ഇരുമ്പ് പാലത്തിലൂടെ സഞ്ചരിച്ചാലുള്ള ഒരു അവസ്ഥ, നമുക്ക് ഈ ഇരുമ്പ് പാലത്തിൻ്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇതാ തുരുമ്പെടുത്ത നിലയിലാണുള്ളത്. ഇതിലൂടെയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടെ പോകുന്നത്. എന്തായാലും ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയോട് സമയത്തെങ്കിലും നമ്മുടെ നഗരസഭ ഇടപെട്ട് ഈ ഒരു പാലത്തിൻ്റെ ദയനീയാവസ്ഥ പരിഹരിക്കേണ്ടതായിരുന്നു. എന്തായാലും ഈ പാലത്തിൻ്റെ ഒരു ദുരവസ്ഥ വളരെ വലുതാണ്. ഏത് സമയവും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥയുള്ളത്. ഈ പാലം നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരം ഇരുന്നൊരു വ്യക്തിയാണ്. ചേട്ടാ, പേരെന്താണ്? എൻ്റെ പേര് കാർത്തികൻ തമ്പി എന്നാണ്. ഞാൻ പ്രവാസി കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ വളരെ ദയനീയമായിരുന്നു. അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, വീഡിയോ സഹിതം. പക്ഷേ അത് അന്ന് ഞാനിവിടെ നിരാഹാരം ഇരിക്കാൻ പോകണമെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ, ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ ഉടനെ തന്നെ പൊങ്കാലയ്ക്ക് മുമ്പ് ടക്കനെ പണി കഴിപ്പിക്കുമെന്ന് പറഞ്ഞൊരു ഫ്ലക്സ് എനിക്ക് എഗനിസ്റ്റായിട്ട് വെച്ചു എന്നുള്ളതല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും ഈ പാലത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ഇവിടെയുള്ള നമ്മുടെ INTUC തൊഴിലാളികളായിട്ടുള്ള ഇവരാണ് ഈ പാലത്തിൻ്റെതായ ഇപ്പം ഈ കാണുന്നവർക്ക് ഉൾപ്പെടെ ഈ അമ്മമാരും കുഞ്ഞു കുട്ടികളും വീഴാതിരിക്കാൻ വേണ്ടി ഈ നമ്മുടെ തൊഴിലാളികൾ INTUC യൂണിയൻ്റെ തൊഴിലാളികളാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഈ പണി കഴിപ്പിക്കുന്നതല്ല. ഇത് എല്ലാവരും അവരാണ് ചെയ്യുന്നത്. പക്ഷേ അത് അവരുടെ ഈ പ്രവർത്തനത്തിന് ഒരു കാരണവശാലും നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റുന്നതല്ല. ഇതെന്താ നോക്കിയേ, ഈ ഓട്ടോറിക്ഷ പോകുന്നതാണ്. സ്ത്രീകളെയും കുട്ടികളെയും അമ്മമാരെയും കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷ പോലും, കാറ്, ഓട്ടോറിക്ഷ അല്ലാതെ കാൽനട, ഇങ്ങനെയുള്ളവരെല്ലാവരും നടന്നു പോകുമ്പോഴും ഇവിടെ ഇതൊന്ന് നോക്കി, ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യൂ. ഇതൊക്കെ ദ്രവിച്ചിരിക്കുകയാണ്. ഈ ദ്രവിച്ചിരിക്കുന്നത് നന്നാക്കുന്നത് ഇവിടുത്തെ INTUC തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ നന്നാക്കുമ്പോൾ അവർക്ക് പോലും അവഗണന ആണ് ഇവിടുത്തെ കൗൺസിലർ ചെയ്യുന്നത്. അവരെ പോലും പരിഗണിക്കാതെ അവർ ഈ INTUC തൊഴിലാളികളെ പൊങ്കാല സമയത്ത് ഇവിടെ നല്ല രീതിയിലുള്ള അന്നദാനം കൊടുക്കുന്നുണ്ട്. നാട്ടുകാരെന്നുള്ള രീതിയിലും INTUC തൊഴിലാളികൾ എന്നുള്ളതിനേക്കാൾ ഉപരി നാട്ടുകാരെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാൻ പറയുമ്പം നാട്ടുകാരെന്നുള്ളത് പോലെ തന്നെയാണ് എനിക്ക് INTUC തൊഴിലാളികളെന്ന് പറയുന്നത്. എനിക്ക് ഒരേപോലെയാണ്. അവർ നമ്മുടെ നാട്ടിലുള്ളവരാണ്. ആ നാട്ടുകാരെന്നുള്ള രീതിയിൽ ചെയ്യുമ്പം ആ നാട്ടുകാർക്ക് വേണ്ടി ഒരു പ്രോത്സാഹനം, അവരെ കൂടെ നിന്ന് നമുക്കിത് ടക്കനെ ഇപ്പം തൽക്കാലം ഇത് നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും, അവർ ബോർഡ് വെച്ചത് പൊങ്കാലയ്ക്ക് മുമ്പ്, പൊങ്കാല എന്നാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർ ജസ്റ്റ് അവരുടെ നാട്ടുകാരോടൊപ്പം നിന്ന് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി പോലും നമ്മുടെ ഈ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഒരു ഷോ എന്നുള്ളതല്ലാതെ നാട്ടിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇല്ല. ഉണ്ണികൃഷ്ണൻ മെനഞ്ഞാന്ന് തന്നെ ഒരു പോലീസുകാരിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇന്നലെ
സമരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു HI ഹെൽത്ത് ഇൻസ്പെക്ടറെ ആക്രമിച്ചു, അതിൻ്റെ പേരിൽ കേസുണ്ട്. പിന്നെ ഇവിടെ ഒരു നാട്ടുകാരനെ 2 ദിവസം മുമ്പ് ഈ പാലത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരനെ മർദ്ദിച്ച ഒരു കേസുണ്ട്. ഇങ്ങനെ പലതരത്തിലും പുള്ളി ഒരു ഗുണ്ട എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നാടിനാവശ്യമായിട്ടുള്ള യാതൊരുവിധ നടപടിയും ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാലം പൊങ്കാല കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ നാട്ടുകാർ ഇത് നന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം നാട്ടിൽ ഈ പാലം പുതുക്കിപ്പണിയണം. ഇത് എല്ലാ പ്രാവശ്യവും ഇതൊരു കറവ പശുവാണ്. നമ്മുടെ ആറ്റുകാൽ വാർഡിലെ റോഡായാലും പാലങ്ങളായാലും ഇതൊരു ദിനംപ്രതി എല്ലാ വർഷവും ഉള്ള ഒരു കറവ പശുവായിട്ടാണ്. ഇങ്ങനെ കറവ പശുവായിട്ട് ഇടാതെ ഈ പാലം പൊളിച്ച് പുതുക്കിപ്പണിത് ഒരു കോൺക്രീറ്റ് പാലം ആക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കാര്യം അപ്പോഴാകുമ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും മെയിൻ്റനൻസ് ചെയ്യണ്ടല്ലോ. അതിനുവേണ്ടിയാണ് ഒരു ബീമൊക്കെ നിർത്തി ഒരു നല്ല രീതിയിലുള്ള ഒരു പാലമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്താൽ വളരെ ഉപകാരം. നാട്ടുകാരോടൊപ്പം നമ്മുടെ ഈ നാടിന് വേണ്ടി മരണം വരെ ഞാൻ മിക്കവാറും നമ്മുടെ പൊങ്കാല കഴിഞ്ഞ ശേഷം ഈ പാലം നന്നാക്കിയില്ലെന്നുണ്ടെങ്കിൽ മരണം വരെ നിരാകാരം കിടക്കും എന്നുള്ളത് ഞാൻ ഇതിലാൽ അറിയിച്ചുകൊള്ളുന്നു. ആറ്റുകാൽ അമ്മ കയറി വന്ന കടവാണിത്. ഈ കടവാണ് അമ്മ കയറി പോയി അവിടെ കുടിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് വരെ എത്രയോ വർഷങ്ങളായിട്ട് ഇന്നേ വരെ ഇത് തിരിഞ്ഞു നോക്കാനോ അത് വൃത്തിയാക്കാനോ അതൊരു പൊങ്കാലയിടുന്ന സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും തുണി മാറാനോ കുളിക്കാനോ ഒരു സൗകര്യമോ അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാറില്ല. സർക്കാർ ഇതുവരെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇലക്ഷന് മാത്രം വരും, അത്രയേ ഉള്ളൂ. മറ്റുള്ള ഇപ്പോൾ തന്നെ നാട്ടുകാർ സംയുക്തമായിട്ടാണ് ഈ പാലം പണി ചെയ്യണം. 8 ലക്ഷമോ 10 ലക്ഷമോ പാസ്സായെന്ന് പറഞ്ഞു. ഞങ്ങളാരും കണ്ടില്ല. ഞങ്ങൾ പറയുന്നേ ഞങ്ങളാരും കണ്ടില്ല. ഇവിടെ കൊണ്ട് ബാനറുകളും കട്ടൗട്ടും വെച്ചു. അത് കാണാനില്ല. അവർ സമയം കഴിഞ്ഞപ്പോൾ എടുത്തു. കാരണം നാട്ടുകാർ ഇതെല്ലാം ചെയ്തല്ലോ. നമ്മൾ പാർട്ടിയെ നോക്കിയാൽ നമ്മൾ പലരും പല പാർട്ടികളാണ്. പക്ഷെ നമ്മൾ പാർട്ടി നോക്കിയാൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അത്രയാണ്. ഈ പാലത്തിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്കിതാ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് തുരുമ്പെടുത്ത് ദ്രവിച്ചതാ കണ്ടോ. ഇതാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ. ഈ പാലത്തിലൂടെയാണ് ലക്ഷക്കണക്കിന് പേർ നമ്മളെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ബൈക്ക് ഉൾപ്പെടെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ കണ്ടോ. ഇതാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ. തുരുമ്പെടുത്ത് ഇവിടെയൊക്കെ പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. വാഹനങ്ങളൊക്കെ പോകുമ്പോഴേ നമുക്ക് സത്യത്തിൽ അതിഭയാനകമാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വാഹനം പോകുമ്പോൾ ഈ കുലുങ്ങുന്ന അവസ്ഥ. എന്താ ഓട്ടോ പോകുന്നു. സത്യത്തിൽ ഈ കമ്പിയിൽ നിന്നും മുകളിൽ വിരിച്ചിരിക്കുന്ന ഈ ഇരുമ്പ് ഷീറ്റ് പൂർണ്ണമായും അടർന്ന നിലയിലാണുള്ളത്. ഈ ഹോളൊക്കെ കണ്ടില്ല. ഈ ഏത് സമയവും പൊളിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. ഈ നഗരസഭ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാലം ഈ വലിയൊരു ദുരന്തത്തെ കാത്തിരിക്കുന്നത് പോലെ ഈ പാലം ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും വാഹനങ്ങൾ പോകുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാലാണ് കൂടുതൽ ഇതിൻ്റെ ഭയാനകമായ അവസ്ഥയും ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ പാലത്തിൻ്റെ അടിയിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ ഒരാളും തന്നെ ഈ പാലത്തിന് മുകളിൽ കൂടി സഞ്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ദയനീയ അവസ്ഥയാണ്. എനിക്ക് തന്നെ ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ പേടിയാകുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തുരുമ്പിച്ച് വളരെ ഭയാനകമായ അവസ്ഥയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ ഇത് വല്ലാതെ ജർക്ക് ചെയ്യുന്നുണ്ട്. ഏത് നേരവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലാണ് ഈ പാലം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. സർ, ഈ പാലത്തിന് എത്ര വർഷം പഴക്കമുണ്ട്? ഈ നിർമ്മാണത്തിന് ശേഷം ഈ മെയിൻ്റനൻസ് വർക്കൊന്നും നടത്തിയിട്ടില്ലേ ഇതിന്? ഇത് 2000-ലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ കല്ലിട്ടിരിക്കുന്നത് നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഈ പാലത്തിൻ്റെ പഴക്കം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്നത്തെ ആസ്തിയിലെന്ന് പറയുന്നത് നെടുങ്കാട് ആസ്തിയിൽപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. അതിൻ്റെ തറക്കല്ലൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. കാരണം ഇതിപ്പം ഇരുമ്പ് പാലം എന്നാണ് അറിയപ്പെടുന്നത്. തോപ്പിൽക്കടവ് ഇരുമ്പ് പാലം, കട്ടക്കാൽ തോപ്പിൽക്കടവ് ഇരുമ്പ് പാലം എന്നാണ് ആ പാലത്തിന് തന്നെ അറിയപ്പെടുന്നത്. ഇന്ന് അത് ഇരുമ്പ് പാലമല്ല, അത് തുരുമ്പ് പാലമായി മാറിയിരിക്കുകയാണ്. കാരണം അതിൻ്റെ 90% തുരുമ്പടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൊങ്കാല വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആറ്റുകാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് പാലമാണിത്. പക്ഷേ ഇന്നിപ്പം അതിലേക്ക് കടന്നു പോകുമ്പോൾ ഭയാനകരമാണ്. ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും സ്കൂൾ കുട്ടികൾ, അമ്മമാർ,
അതുപോലെ തന്നെ ഈ സഹോദരൻ ആറ്റുകാൽ നട തുറക്കുന്ന രാവിലെ വെളുപ്പാങ്കാലം 4 മണി മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെ നിരവധി ഭക്തജനങ്ങൾ ദിവസവും കാൽനടയായി പോകുന്ന എളുപ്പ വഴിയാണ്. കാരണം ആറ്റുകാലിലേക്ക് പോകാൻ ബൺ റോഡിൽ നിന്നും ആറ്റുകാലിലേക്ക് പോകുവാൻ ഏകദേശം 500 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ 1.5 കിലോമീറ്റർ ചുറ്റിക്കറങ്ങുന്നതിന് പകരം ഈ ഇരുമ്പ് പാലം ഏറ്റവും കൂടുതൽ പ്രയോജനപരമായ ഒരു പാലം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അത് എപ്പോൾ വേണമെങ്കിലും അത് പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായി ഈ ഇരുമ്പ് പാലത്തെ സംബന്ധിച്ചും ഇതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നേരിട്ട് നമ്മൾ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള ഭയാനകരമായി നിൽക്കുമ്പോൾ കളക്ടറെ ബോധിപ്പിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു കൗൺസിൽ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായ കാര്യമാണ്. തീർച്ചയായിട്ടും അത് കളക്ടർക്ക് നേരിട്ട് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് ഡെപ്യൂട്ടി കളക്ടറാണ് അതിൻ്റെ ചുമതല, അദ്ദേഹത്തിന് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് പാലം കടന്നു പോകുന്നത് ആറ്റിൻ്റെ മുകളിൽ കൂടിയാണ്. ആറ്റിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോകാൻ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നമ്മുടെ മേജർ ഇറിഗേഷൻ്റെ വകുപ്പിൽപ്പെടുന്നതാണ്. മേജർ ഇറിഗേഷന് ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുകയും അവർക്ക് കത്ത് കൊടുക്കുകയും ചെയ്തു. ഈ ശോചനീയാവസ്ഥ ഇത് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്നതിനെക്കുറിച്ച് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയാണ് ആ പാലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നഗരസഭയുടെ മേയർക്ക് നേരിട്ടും അല്ലാതെയും നമ്മുടെ ലെറ്റർ മുഖാന്തരവും അദ്ദേഹത്തെ അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞും ബോധ്യപ്പെടുത്തിയിട്ടും നാളെ ഇതുവരെ അതിനെ മെയിൻ്റനൻസ് ചെയ്യുവാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ പൊങ്കാലയ്ക്ക് ഇനി മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ. ഇപ്പോഴെന്തോ അവിടെ വെൽഡിംഗ് ഒക്കെ ചെയ്ത് അവിടുത്തെ കുറച്ച് ആൾക്കാരെന്തോ വെൽഡിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുമ്പ് ഒരു ഫ്ലക്സ് ബോർഡ് അവിടെ പൊക്കി. ആ ഫ്ലക്സ് ബോർഡിൽ പറയുന്നത് തിരുവനന്തപുരം നഗരസഭ 8 ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ, അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ 2 മാസമായി ആ ബോർഡ് അവിടെ വന്നിട്ട് നമ്മുടെ ആറ്റുകാൽ കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ മേയറുടെയും ചിത്രം വെച്ചാണ് അത് പൊങ്കാല മാർച്ച് മാസം 13-ാം തീയതി നടക്കുമെന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനു മുമ്പ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഓൺ ഫണ്ട് വഴി അനുവദിക്കപ്പെട്ടിട്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി അത് ചെയ്തു തീർക്കുവാൻ സാധിക്കണമായിരുന്നു. പക്ഷെ ഇതുവരെ ചെയ്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഇനിയിപ്പോൾ ജൂൺ മാസം സ്കൂൾ തുറക്കും. ഓട്ടോറിക്ഷയിൽ സ്കൂൾ വാനുകൾ നിരവധി കടന്നു പോകുന്ന പ്രദേശമാണ്. എപ്പോൾ വേണമെങ്കിലും വലിയൊരു ദുരന്തം കാത്തിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കിള്ളിയാറിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിള്ളിയാർ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നത്. ഈ പറയുന്ന ആരെങ്കിലും അതിൻ്റെ അകത്ത് വീഴുകയാണെങ്കിൽ ചെളിയിൽ പൂഴുകയും മരണം വരെ സംഭവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം അവിടെ സംജാതമായിരിക്കുന്നു. അടിയന്തരമായി ഇത് മേയറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മേജർ ഇറിഗേഷൻ വന്ന് കളക്ടർ ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു പാലത്തിൻ്റെ ദുർഗതിക്ക് കാരണമായിരിക്കുന്നത്. എന്തായാലും നഗരസഭ ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് വാക്കാൽ പറയുന്നത്. എങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എന്തായാലും ഈ ഫണ്ട് അനുവദിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തൊട്ടു പിന്നാലെയാണ്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്നുള്ള സംശയവും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാർ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ സഞ്ചരിക്കുന്ന ഒരു പാലത്തിൻ്റെ അവസ്ഥയാണിത്. ഈ ഒരു പൊങ്കാല സമയത്തെങ്കിലും ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. ഇപ്പോൾ നാട്ടുകാർ ഇടപെട്ട് ഇത് നന്നാക്കുകയാണ്. കാരണം ഇത് തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിലാണുള്ളത്. ഇതിലൂടെ സഞ്ചരിക്കുക എന്നത് വലിയ രീതിയിൽ അപകടം ഉണ്ടാകും എന്നതിൽ നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.